ആഹ്ലാദ പ്രകടനങ്ങൾക്കൊപ്പം ഇതിനോടകം തന്നെ മുഖ്യമന്ത്രി മന്ത്രി ചർച്ചകളൊക്കെ സജീവമായി അങ്ങനെ അണിയറയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അമൽ തെനമ്പറമ്പിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അമലെ, കഴിഞ്ഞ ദിവസം ഇന്നലെ മിനിങ്ങാന്ന് അമൽ രാവിലെ KPCC ആസ്ഥാനത്ത് നിൽക്കുമ്പോൾ അല്ലേ, അവിടെ പന്തലേട്ടുമ്പോൾ അതിന്റെ കമ്പി മാവിന്റെ കൊമ്പിൽ തട്ടി നിന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ ആകരുതേ പ്രതീക്ഷകളെന്നാണ്. എന്തായാലും തട്ടിത്തെറിപ്പിച്ച് അതൊക്കെ അങ്ങ് മുകളിലേക്ക് പോയി എന്നത് ഇപ്പോൾ കാണാം. ഇനി സമാധാനപരമായി ആളുകളെ വെറുപ്പിക്കാത്ത രീതിയിൽ തന്നെ മറ്റു തീരുമാനങ്ങൾ കൂടി വന്നാൽ എല്ലാം ഉത്തമമായി അതുണ്ടാകുമെന്ന് കരുതാം അല്ലേ? ദിവിഷെ, UDF-നെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള വലിയ ആത്മവിശ്വാസമുണ്ട്. മാത്രമല്ല, പല ജില്ലകളിൽ നിന്നും ഇപ്പോൾ ഇടുക്കി, അതോടൊപ്പം തന്നെ വയനാട്, കോട്ടയം, മലപ്പുറം ജില്ലകളിൽ നിന്ന് LDF-നെ അപ്രത്യക്ഷമാക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്ന വലിയൊരു നേട്ടമാണ് UDF-നുണ്ടായിരിക്കുന്നത്. ഈ ഉണ്ടായ നേട്ടത്തിനുമൊക്കെ അപ്പുറത്തേക്ക് കോഴിക്കോട് നിന്നും 20 വർഷത്തിന് ശേഷമാണ് കോഴിക്കോട് നിന്നും കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു MLA മത്സരിച്ച് വിജയിച്ച് സഭയിലേക്ക് എത്തുന്നത്. കാസർഗോഡ് നിന്നും സഭയിലേക്ക് എത്തണമെങ്കിൽ, കാസർഗോഡുള്ള ആളുകൾക്ക് എത്തണമെങ്കിൽ പാസ് എടുത്ത് വരേണ്ട അവസ്ഥയായിരുന്നു. ഇപ്പോൾ കൈപ്പത്തി ചിഹ്നത്തിൽ അവിടെ നിന്നും MLA ഉണ്ടാകുന്നു. ഇടുക്കി ജില്ലയിൽ, എൻ്റെ ജില്ലയാണ്, ആ ജില്ലയിൽ നിന്നും 20 വർഷമായി കൈപ്പത്തി ചിഹ്നത്തിൽ ഒരാൾ മത്സരിച്ച് വിജയിച്ച് സഭയിലേക്ക് എത്തിയിട്ട് അങ്ങനെ ഒരുപാട് എടുത്തു പറയാവുന്ന നേട്ടങ്ങളുമായാണ് UDF ഇത്തവണ നിയമസഭയിലേക്ക് എത്തുന്നത്. ആ നിയമസഭയിലേക്ക് എത്തുമ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് നയിക്കാൻ ആര് എന്നുള്ളതാണ്. ആ ചോദ്യത്തിന് ഉത്തരം അധികം വൈകാതെ ഉണ്ടാകും എന്നുള്ളതാണ് കോൺഗ്രസ് ക്യാമ്പ് പറയുന്നത്. സജീവമായ ചർച്ചയിൽ 3 പേരുകൾ, VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, ഈ 3 പേരിൽ ആരാകും എന്നുള്ളതാണ് അറിയേണ്ടത്. അതിനായുള്ള ചർച്ചകൾ സജീവമായി തന്നെ നടക്കുന്നു. MLA-മാരുടെ പിന്തുണ തേടിയുള്ള വിളികൾ ഈ 3 ക്യാമ്പിൽ നിന്നും എല്ലാവരെയും, വിജയിച്ചു വന്ന മുഴുവൻ ആളുകളെയും അവർക്ക് ഇത്തരത്തിലുള്ള കോളുകൾ നിരന്തരമായി എത്തുന്നു. അവരെ കൃത്യമായി തന്നെ ഈ കൂട്ടർ സമീപിക്കുന്നു. അവരുടെ എല്ലാം പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയാകാം എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഈ 3 കൂട്ടരും ഒരുപോലെ തന്നെ പങ്കുവയ്ക്കുന്നത്. 3 കൂട്ടർക്കും വിജയം ഒരുപോലെ അവകാശപ്പെടാം, തങ്ങളുടെ പങ്ക്, ഈ വിജയത്തിലുള്ള പങ്ക് അവകാശപ്പെടാം. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ കാര്യങ്ങൾ, ഒരു കാര്യം, ഇന്നലെ ഈ വിജയത്തിന് ശേഷം ചർച്ചയിൽ വന്ന കോൺഗ്രസ് നേതാക്കളടക്കം പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണ്, മുഖമില്ലാത്ത ആളുകൾ അല്ലേ, മുഖമില്ലാത്ത ആളുകൾ എന്തൊക്കെയോ എഴുതി കൂട്ടുന്നതിനൊക്കെ കോൺഗ്രസിന്റെ തലയിൽ വയ്ക്കേണ്ടതെന്നാണ്. ഇപ്പൊ ഇന്നലെ രാത്രി അമരം കണ്ടാണ് KC വേണുഗോപാലിന്റെ പേരിൽ പോസ്റ്റർ. അപ്പോൾ ഇനിയും ഇത്രയും വലിയൊരു ജയം കിട്ടിയ സ്ഥിതിക്ക് പൊതുവികാരം, ജനങ്ങളുടെ, സാധാരണക്കാരായ മനുഷ്യരൊക്കെ ഇത്രയും നയിച്ച ആള് VD സതീശൻ അല്ലേ, അദ്ദേഹം അല്ലേ ആവണ്ടേന്നായിരിക്കും. പക്ഷെ സീനിയോറിറ്റിയിൽ പൊതുവികാരം മനസ്സിലാക്കാൻ വേണ്ടി AICC ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. AICC ആളെത്തി ഇവിടുത്തെ ഒരു ജനവികാരം എങ്ങനെയാണ്, ആർക്ക് അനുകൂലം എന്നത് കണ്ടുപിടിക്കാൻ എത്തുന്നുണ്ട്. ഏതായാലും ഈ പോസ്റ്റർ ഫ്ലെക്സ് വിവാദത്തിലൊക്കെ അതൃപ്തിയാണ് AICC-ക്ക് ഉള്ളതെന്നും മനസ്സിലാക്കുന്നു. അപ്പൊ അതൃപ്തി ഉണ്ടായിട്ടും ഈ 3 പേരിൽ കേന്ദ്രീകരിച്ച് തന്നെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട് അല്ലേ? ഈ ചർച്ചയുടെ കാര്യം പറയുമ്പോൾ കോൺഗ്രസിൽ പറയുന്നത് ഇത് ഒരു ജനാധിപത്യ പാർട്ടിയാണ്, അതിനാൽ തന്നെ ജനാധിപത്യപരമായ ചർച്ച നടക്കും എന്ന് പറയുന്നു. പക്ഷേ ആ ജനാധിപത്യപരമായ ചർച്ച ആരോഗ്യപരമാണ് എങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളൊക്കെ അനാരോഗ്യപരമാണ് എന്ന് പറയേണ്ടി വരും. കാരണം പോസ്റ്റർ യുദ്ധം എന്നുള്ളത് മാത്രമല്ല, ആദ്യഘട്ടത്തിൽ നേതാക്കന്മാരുടെ ഫേസ്ബുക്കിലെ ചില പോസ്റ്റുകളൊക്കെ ആയിരുന്നു. അതിനുശേഷം നേതാക്കന്മാരുടെ പ്രതികരണത്തിലേക്ക് അത് കടന്നു. ആ പ്രതികരണത്തിലേക്കും കടന്നതിന് ശേഷം അത് ഫ്ലെക്സ് യുദ്ധമായി മാറി. ആ ഫ്ലെക്സ് യുദ്ധത്തിന് ശേഷം പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ കണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പരമുള്ള പോർവിളി, അതോടൊപ്പം തന്നെ ഈ വാഗ്വാദങ്ങളൊക്കെ നടക്കുന്നത് ന്യായം, അതൊക്കെ അംഗീകരിച്ചു കൊടുക്കാമെങ്കിൽ കൂടി അതിനുശേഷം ഇത് പോർവിളിയായി മാറുന്നു. എതിർ നിൽക്കുന്ന, അല്ലെങ്കിൽ തങ്ങൾ അനുകൂലിക്കാത്ത നേതാവിനെ ചീത്ത വിളിക്കുന്ന തരത്തിലേക്ക് ഒരു വിഭാഗം നേതാക്കളൊക്കെ മാറിയിരുന്നു. അതിനുശേഷം തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് തന്നെ AICC-യിൽ നിന്നും 2 പേർ ഇവിടേക്ക് എത്തിയിരുന്നു. അത് ഈ പറയുന്ന ഫ്ലെക്സി യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് അയച്ചതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. 2 ആളുകൾ നിലവിൽ കേരളത്തിലുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ നിരീക്ഷകർ കേരളത്തിലേക്ക് എത്തുന്നു. വിജയിച്ചു വന്ന MLA-മാരുടെ അഭിപ്രായമൊക്കെ തേടും. ഇന്ന് കോൺഗ്രസിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ PJ ജോസഫ് അടക്കമുള്ള ചില ഘടകകക്ഷി നേതാക്കളും തലസ്ഥാനത്തേക്ക് എത്തുന്നു. പ്രധാനപ്പെട്ട നേതാക്കളുമായെല്ലാം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. നാളെയാണ് ഘടകകക്ഷികളുമായുള്ള ചർച്ച നടക്കുക. ഘടകകക്ഷികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മറ്റന്നാൾ ഈ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഡൽഹിക്ക് പോകും. ഡൽഹിയിലാണ് പിന്നീടുള്ള ചർച്ച. എല്ലാവരും ഈ സ്ഥാനാർത്ഥി പട്ടിക വരാൻ ഡൽഹിയിലേക്ക് നോക്കി കാത്തിരുന്നത് പോലെ ഇനി മുഖ്യമന്ത്രി ആരാകും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കാത്ത് നമ്മൾ ഡൽഹിയിലേക്ക് നോക്കിയിരിക്കേണ്ടി വരും. മറ്റന്നാൾ നേതാക്കളെല്ലാം ഡൽഹിയിൽ പോയാൽ ഡൽഹിയിൽ വിശദമായ ചർച്ചകൾ ഉണ്ടാകും. ആ ചർച്ചകൾക്ക് ശേഷം
8, 9, 10 ഈ 3 ദിവസങ്ങൾക്കുള്ളിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് കരുതുന്നത്. അതിനായുള്ള സജീവമായ ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഈ 3 കൂട്ടരുടെ കാര്യം പറയുമ്പോഴും അവർക്ക് ഒരുപോലെ അവകാശവാദം ഉന്നയിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ആരെങ്കിലും മാറ്റി നിർത്തണമെങ്കിൽ അത് കൃത്യമായ സെറ്റിൽമെന്റിലൂടെ ആകണം എന്നുള്ള കാര്യത്തിൽ ഹൈക്കമാൻഡിന് നല്ല ബോധ്യമുണ്ട്. അതിനാൽ വിശദമായ ചർച്ചകൾ തന്നെ വേണ്ടിവരും. അതെല്ലാം പുരോഗമിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ ചില ആളുകളുടെ ഭാഗത്തു നിന്നും ഈ നേതാക്കന്മാർ അറിഞ്ഞാണോ ഈ അണികൾ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും അറിഞ്ഞല്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇന്നലെ KPCC ആസ്ഥാനത്തിന് മുന്നിൽ KC വേണുഗോപാലിന്റെ ബോർഡുകളുമായി നിൽക്കുന്ന ആളുകളുണ്ടായിരുന്നു, രമേശ് ചെന്നിത്തലയുടെ ബോർഡുകളുമായി നിൽക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവരൊന്നും അത്ര ചെറിയ നേതാക്കളൊന്നും ആയിരുന്നില്ല. KCയുമായും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുമായും VD സതീശനുമായൊക്കെ അടുപ്പമുള്ള ആളുകളൊക്കെ ആയിരുന്നു അത്. പക്ഷേ VD സതീശന്റെ അങ്ങനെ പരസ്യമായൊരു ഇടപെടൽ ഇന്നലെ ഒരിടത്തും കണ്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. എന്തായാലും ചർച്ചകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. കേരളം കാത്തിരിക്കുകയാണ് ആരാകും നമ്മളെ നയിക്കാനെത്തുന്നത് നമ്മുടെ അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള കാര്യം. ശരി.